ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇനി ഒരു റിയാലിറ്റി ഷോ മത്സരിക്കാൻ വിളിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഈ എനിക്കൊരു അസുഖമുണ്ട്. സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ ഓഡിയൻസിൻ്റെ അടുത്ത് എന്താ ചേട്ടാ പറഞ്ഞേ ചോദിച്ചോണ്ടൊരു പോക്കുണ്ട്. പാടറി ഇറങ്ങി ഈ പാട്ട് പാടറി എന്ത് ചിത്രചേച്ചിനെ പോലെ നിന്ന് പാടണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും പാൻ ഇന്ത്യനോ അല്ലെങ്കിൽ വേൾഡ് വൈഡ് പോകേണ്ട മ്യൂസിക്കാണ് ഇവിടുത്തെ. ശാരികെ നിന്നെ കാണാൻ താരകം താഴെ വന്നു, ആശംസയേകാനെന്റെ സ്നേഹവും പോന്നു. അവൻ കരയുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല, അവൻ പോലും വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ആദ്യത്തെ പോലെ ഒരു മനുഷ്യൻ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ വളരെ വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്റർവ്യൂസ് കൊടുക്കുന്ന മൊത്തത്തിൽ നിർത്തിയായിരുന്നു. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഫിൽമി ബീറ്റ്സിൻ്റെ എല്ലാ ഓഡിയൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെൽക്കം ടു ഫിൽമി ബീച്ച്. ഈ ഓണദിനത്തിൽ ഫിൽമി ബീച്ചിനൊപ്പം ഉള്ളത് മറ്റാരുമല്ല, അഞ്ജു ആണ്. വെൽക്കം അഞ്ജു. താങ്ക് യു ദീപ. അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു യു ടു. എങ്ങനെയാണ് നോർമലി അഞ്ജുവിൻ്റെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓണം കുഞ്ഞിലെയൊക്കെ ഓണം ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം ഇച്ചിരി നല്ല ഓണമായിരുന്നു. അല്ലെങ്കിലും നമുക്ക് പരിപാടിയാണ്. ഓണദിവസം ഒന്നും ഒരിക്കലും വീട്ടിൽ കിട്ടാറില്ല, വളരെ റയറായിട്ടേ കിട്ടത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 10-15 കൊല്ലത്തിൽ അങ്ങനൊരു ഓണാഘോഷത്തിൻ്റെ ദിവസം വീട്ടിൽ കിട്ടിയിരിക്കുന്ന വളരെ ചുരുക്കമാണ്. ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ്. നമുക്ക് ജോലി ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമ്മുടെ സന്തോഷം. പക്ഷേ അല്ലാതിരുന്ന സമയത്ത് യൂഷ്വൽ പരിപാടി തന്നെ. ഭക്ഷണമാണ് മെയിൻ. ഏറ്റവും താല്പര്യമുള്ള ഭാഗം ഭക്ഷണമാണ്, സദ്യയാണ്. എനിക്ക് പൊതുവെ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. സദ്യയിൽ നമ്മുടെ എരിശ്ശേരി, കൂട്ടുകറി, പൈനാപ്പിൾ വെച്ചിട്ടൊരു കറി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സദ്യയിൽ വരുന്ന പരിപ്പില്ലേ, അതിലൊരു പ്രത്യേക തരം പരിപ്പല്ലേ വരിക, അത് ഭയങ്കര ഇഷ്ടമാണ്. കോട്ടയം സദ്യ എന്നൊന്നുമില്ല, സദ്യ എങ്ങനെ കിട്ടിയാലും കഴിക്കും. എന്നാലും സദ്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിബേറ്റ് ആണ്. വൃന്ദാവല്ല സദ്യ അങ്ങനെ പറയില്ല. എങ്കിൽ വൃന്ദാവൻ ഏത് സൈഡിലുള്ള വൃന്ദാവനം എന്ന് പറയണം. വൃന്ദാവനോ? കൊച്ചി വൃന്ദാവൻ. നമ്മുടെ പാലാരിവട്ടം NH ബൈപ്പാസിൽ ഇരിക്കുന്ന ഒരു വൃന്ദാവനുണ്ട്. അവിടെ ഇതിന്റെ പരസ്യമൊന്നും അല്ല, ബട്ട് സ്റ്റിൽ അവിടെ അല്ലാതെയും സദ്യ കിട്ടും. പ്രോപ്പർ സദ്യ അല്ല, 2-3 കറിയൊക്കെ ആയിട്ട് സദ്യ കിട്ടും. എനിക്ക് പൊതുവെ സദ്യ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവിടെ പോയി തട്ടാറുണ്ട്. എന്നാലും നമ്മളിങ്ങനെ പറയും തിരുവനന്തപുരം സൈഡിലുള്ള സദ്യ നല്ല സദ്യയാണ്. കറികൾക്കൊക്കെ എല്ലാ സൈഡിലും ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെ ഇന്നടത്തെ സദ്യ ഒന്നുമില്ല. പിന്നെ തിരുവനന്തപുരത്തല്ലേ ബോളി കൂട്ടിയിട്ട് കിട്ടുന്നതല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് യമ്മി സാധനമാണ്. ഈ വർഷം തിരുവനന്തപുരത്ത് പോയി സദ്യ കഴിക്കുന്നുണ്ടോ? ഇല്ല, ഈ വർഷം സാഡ്ലി ഓണത്തിന്റെ അന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. ഞങ്ങൾ ഇത്തവണ സാധാരണ നമുക്കങ്ങനെ ഓണത്തിന് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് എൻ്റെ അമ്മ ഓഗസ്റ്റ് 30-ാം തീയതി എല്ലാവരുടെയും ഡേറ്റ് കണക്കിലെടുത്ത് ഞങ്ങളൊരു ഫേക്ക് ഓണം ആഘോഷിച്ചു. അന്നാണ് നമ്മുടെ ഓണം. അപ്പൊ എല്ലാരെയും വിളിച്ച് നമ്മൾ ഒരു പൂക്കളമൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറെ നേരം എല്ലാവരും ചില്ല് ചെയ്തിട്ട് പോന്നു. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസം നമ്മളൊരു ഫേക്ക് ഓണം വീണ്ടും ആഘോഷിച്ചു. ഇനി ശരിക്കുള്ള ഓണം ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി ഓണം ഭക്ഷണം കഴിക്കും. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടിയാണ്, അന്ന് രാത്രി കയറണം. സദ്യ അല്ലാണ്ട് ഓണത്തിന് വേണ്ടി നമ്മൾ ചെറുതിലെ കാത്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? അയ്യോ, ഞാൻ വേറെ ഒന്നിനും കാത്തിരിക്കാറില്ല. ഞാനാണെങ്കിൽ ഓണക്കോടി ഡ്രസ്. നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല, ഓണക്കോടി വരുന്ന പരിപാടിയില്ല. എനിക്ക് പുതിയൊരു സംഭവമാണ്. ആദിത്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഓണക്കോടി കൊടുക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓണക്കോടി കിട്ടും. എനിക്കൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഡ്രസ്സ് എടുക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഓണക്കോടിക്കൊന്നും വേണ്ടി കാത്തിരുന്നിട്ടില്ല. പക്ഷെ മെയിൻ സാധനം സദ്യയായിരുന്നു ഓൾവേസ്. ഈ കോട്ടയത്ത് എന്തായി ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ കോട്ടയത്തും ഓണവും തമ്മിൽ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അവിടെ അങ്ങനെ ഓണമായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും
ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ നമുക്ക് കപ്പ, മീൻകറി, എല്ലാ ദിവസവും ചക്ക, മീൻകറി, പിന്നെ ബീഫ്, പോർക്ക്, അതൊക്കെയാണ് നമുക്ക് ഹൈലൈറ്റ് സാധനങ്ങൾ. ഇപ്പൊ അമ്മ ഉണ്ടാക്കുന്ന സാധനങ്ങളിലും സ്വാദ് കൂടുതൽ നോൺ വെജ് സംഭവങ്ങൾ. ബീഫ് സ്റ്റൂ ഉണ്ടാക്കും. അതാണ് അവിടെ സ്പെഷ്യൽ എന്ന് തോന്നുന്നു. ഇനി കോട്ടയംകാർ ആരെങ്കിലും കാണുന്നുണ്ട് അവിടെ ഓണം സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു, പറഞ്ഞു തരും. എനിക്കറിയില്ലായിരുന്നു. അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ഓണത്തിന് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ട് ഏതായിരിക്കും? അയ്യോ, ഞാനൊരു 5ാം ക്ലാസ് തൊട്ട് പാടുന്ന പാട്ടാണ്. ഇപ്പൊ ഞാൻ ആദ്യം പാടിയില്ല, തിരുവോണപ്പുലരി. എല്ലാ മത്സരത്തിനും വന്നാലും കൃത്യമായിട്ട് അത് പാടുമായിരുന്നു. ഞാൻ ഏതോ റിയാലിറ്റി ഷോയിൽ വന്നപ്പോൾ ഓണപ്പാട്ടുകളുടെ ഒരു ഫെസ്റ്റിവൽ സോങ്സ് ആയിരുന്നു. ഞാനന്ന് ഓണം എടുത്തത്. അന്ന് ഞാൻ തിരുവോണപ്പുലരിക്ക് വേണ്ടി കുറെ കടിപിടി കൂടിയായിരുന്നു. കിട്ടിയില്ല. ഇല്ല, ആവശ്യക്കാർ ഏറെയായിരുന്നു. ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. അതായത് ഫീമെയിൽ ഓണപ്പാട്ടുകൾ അന്ത സമയത്ത് ഭയങ്കര കുറവായിരുന്നു. കുറെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാടാനുള്ള പാട്ടുകൾ അത് കുറവായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പൂവിളി പൂവിളി പൊന്നോണമായി ആര് ഏത് ഗ്രൂപ്പ് സോങ്ങിന് വന്നാലും ഇത് പാടും, ഇതായിരിക്കും. അതും പാടിയിട്ടുണ്ട്. പിന്നെ അന്ന് കിട്ടാതിരുന്നപ്പോൾ പാടിയതാണ് ഉത്രാടപ്പൂനിലാവേവാ. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ തന്നെ പാടാനും ഭയങ്കര പാടാണ്. ദാസേട്ടൻ അങ്ങനെ പാടി വെച്ചിരിക്കുന്നു. റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞു. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ കേരളം കണ്ട ഫസ്റ്റ് റിയാലിറ്റി ഷോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ശ്രദ്ധേയമായ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു വന്നത്. കാരണം അന്ന് കുറച്ച് എപ്പിസോഡ്സ് മാത്രം കണ്ടാൽ പോലും അതിൽ ഷോയിൽ വന്ന എല്ലാവരും സ്റ്റാർസാണ്. പക്ഷെ ആ റിയാലിറ്റി ഷോ നടക്കുന്നത് പോലെയല്ല ഇപ്പം എല്ലാ ചാനലിലും എല്ലായിടത്തും റിയാലിറ്റി ഷോസാണ്. മുന്നേ വോട്ടിംഗ് ആയിരുന്നു, ഇപ്പം അതിലെന്നൊക്കെ വ്യത്യാസമുണ്ട്. എങ്ങനെ തോന്നുന്നു? അന്ന് നിങ്ങൾ ഫസ്റ്റ് പയനേഴ്സ് ആണല്ലോ ആ ഒരു സമയത്ത്, പിന്നീട് ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ? ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്നാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയ ഇല്ല എന്നുള്ളതൊരു വലിയൊരു, അതിന് ഡ്രോബാക്ക് എന്നാണോ അതോ ഫോർച്ചുനേറ്റ് എന്ന് പറയണോ എന്ന് എനിക്കറിയത്തില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ആളുകൾ എപ്പോഴും ടി വിയിൽ തന്നെയാണ് കണ്ടിരുന്നത്. മറ്റു ഓപ്ഷനൊന്നുമില്ല, നമുക്ക് സ്ക്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ വരുന്ന സാധനം എല്ലാവരും കൃത്യമായിട്ട് കാണും. അതും പ്രൈം ടൈമിലാണ് വരുന്നത്. അപ്പോൾ ഓർമ്മ നിൽക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ അതുപോലെ ആളുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ ഓർമ്മയുണ്ട്. കാരണം ഇപ്പോഴത്തെ സ്റ്റാർ സിംഗറിലൊക്കെ വരുന്ന കുട്ടികൾ എക്സ്ട്രാ ഓർഡിനറിലി ടാലൻറ്റഡ് പിള്ളേരാണ് വന്നിരിക്കുന്നത്. അവർ ഗംഭീരമായിട്ട് സംഭവം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വ്യത്യാസം തോന്നിയിരിക്കുന്നത് ജഡ്ജസിൻ്റെ അപ്രോച്ച് മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നു. റീസെന്റ് ഞാൻ ശരത് സാറിന് ഒരു ഇവന്റിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ പണ്ടത്തെ ഓർമ്മയാണ് ശരത് സാറിനെ പറ്റി. എല്ലാരും ഇങ്ങനെ വടിയിൽ ഇങ്ങനെ മുൾമുനെ നിർത്തുന്ന ശരത് സാറാണ്. ഞാൻ സത്യത്തിൽ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ശരത് സാറ് നമ്മൾ പാടുമ്പോൾ എപ്പോഴും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഒരു പണ്ട് നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ വെക്കുന്ന എന്തോ അതിന് പറയുന്ന കാർഡ്ബോർഡ് എന്തോ ഒരു സാധനം വെക്കില്ലേ, ബോർഡ്, അത് വെച്ചിട്ട് അതിലാണ് ഇങ്ങനെ എഴുതുക. അപ്പോൾ സാർ ഇങ്ങനെ എപ്പോഴാണ് നിങ്ങൾ ക്ലിപ്പുകൾ എടുത്ത് നോക്കിയാൽ സാർ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന നമുക്കിത് ടെൻഷനാ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദൈവം അവിടെ തെറ്റി ഇവിടെ തെറ്റി അവിടെ തെറ്റി ഇവിടെ തെറ്റി. അപ്പം എൻ്റെയൊക്കെ അന്നത്തെ ആങ്സൈറ്റിക്കും ഓവർ തിങ്കിങ്ങിനും ഞാൻ നല്ലതായി എഴുതിയേക്കുന്നതെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ദൈവം സാർ എന്താണോ എഴുതി കൂട്ടുന്നത് മൊത്തം മോശമായിരിക്കും എഴുതുന്നതെന്ന് വിചാരിച്ചിരുന്നത്. റീസെൻ്റ്ലി ഞാൻ ശരത് സാറിനെ കണ്ടു. ശരത് സാർ പുറത്ത് നമുക്കറിയാം ഹീസ് എ സ്വീറ്റ് പേഴ്സൺ, സ്വീറ്റസ്റ്റ് പേഴ്സണോട് നിർത്തുന്നുള്ള ആളാണ്. പക്ഷെ എന്നാലും മിണ്ടാനൊക്കെ ഒരു പേടിയായിരുന്നു. ഞാൻ മിണ്ടിയിട്ട് പോലും ഇല്ല ശരത് സാറിൻ്റെ അടുത്ത് സ്റ്റേജിൽ നിന്നല്ലാണ്ട്. പക്ഷേ സാറിനെ ഈ അടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് മൊത്തത്തിൽ മാറിപ്പോയി. ഞാൻ ആ സ്റ്റേജിൽ വെച്ച് സാറിനോട് പറഞ്ഞു, സാർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സാർ പണ്ട്, ഇങ്ങനെ അല്ലായിരുന്നു, സാറ് ഭയങ്കര ഫ്രീ ആയി എന്നോടും ഭയങ്കര കമ്പനി ആയിട്ട് മിണ്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പം അതൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേടി കുറവായിരിക്കും അവർക്ക്. പെർഫോമൻസിൻ്റെ ആ ഒരു പ്രഷർ, ഇപ്പം ടെൻഷനുള്ള ആളാണെങ്കിൽ അവർ ഇത്തിരി റിലാക്സ്ഡ് ആവും. നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് മുന്നിലിരിക്കുന്നത്. പിന്നെ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ പണ്ട് ഭയങ്കരമായിട്ട് പിടിക്കുമായിരുന്നു. നമ്മളിപ്പോൾ പണ്ടത്തെ ഒരു രീതി എന്തായിരുന്നെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാട്ട് പാടി വെച്ചിരിക്കുന്ന അതുപോലെ തന്നെ പാടണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ചിത്ര ചേച്ചിക്കും ശരത് സാറിനും എം ജി സാറിനും എല്ലാവർക്കും നിർബന്ധമായിരുന്നു. നമ്മളൊരു കുനിപ്പ് കൂടുതലിട്ടാൽ പിടിക്കുമായിരുന്നു. അങ്ങനെ അല്ല, അവിടെ അങ്ങനെ അല്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ നൗ ഇംപ്രവൈസ് ചെയ്യുന്നതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഇച്ചിരി വിഷമമുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് നല്ലത് കിട്ടിയെന്ന് ഓർത്തല്ല വിഷമം. എനിക്ക് അന്നക്കാലത്തെ സമ്മതിക്കുമായിരുന്നെങ്കിൽ കുറെ സാധനത്തിൻ്റെ ഒന്ന് മാർക്ക് പോയിണ്ടായിരുന്നല്ലോ എന്നൊരു, എനിക്ക് കുറച്ചുകൂടെ ഇടായിരുന്നല്ലോ എന്ന് കിട്ടിയാണ്. പിന്നെ നമുക്കത് വളരാനുള്ളൊരു ആ ഒരു പാട്ട് എടുത്തിട്ട്
അപ്പോൾ നമ്മൾ ആ സിംഗറിനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ടേക്ക്. പണ്ട് അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല, അതുപോലെ തന്നെ പാടുക എന്നുള്ളതായിരുന്നു എൻ്റെ ടേക്ക്. എക്സാക്ട്ലി. ഇപ്പോൾ അതിന് കുറച്ചും കൂടെ അവസരമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാട്ടെടുത്ത് നമ്മുടെ വേർഷൻ പ്രസന്റ് ചെയ്യാം. അതിലെനിക്ക് കുറച്ചും കൂടെ സന്തോഷമുണ്ട്. എപ്പോഴും നമുക്കൊരു സിംഗർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊരു ഫ്രീഡം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് അല്ല, ആ ഒരു ഇതിനകത്ത് നിൽക്കാൻ നമ്മൾ നിർബന്ധിതരല്ല. ഇപ്പം ഈവൻ ശരത് സാറിൻ്റെ അടുത്താണെങ്കിലും ഞാൻ ചില പാട്ടുകളൊക്കെ റീവർക്ക് ചെയ്തിട്ടുണ്ട്, ചില ഇംഗ്ലീഷ് പാട്ടൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സാർ അത് എൻജോയ് ചെയ്തു, അത് അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതാ. എനിക്ക് ഇങ്ങനെയൊന്നും അല്ലല്ലോ, ശരിക്കും ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്. എനിക്ക് വരച്ചുള്ള ശരത് സാർ ഇങ്ങനെ എനിക്ക് തോന്നിപ്പോയി. പക്ഷെ ജെന്യുവൻലി ഇപ്പൊ സാറിനോട് ചോദിച്ചപ്പോ സാറ് പറഞ്ഞതാ, ആളുകൾ മാറി, അപ്രോച്ച് മാറി, അപ്പൊ കൂടെ മാറുക. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇനി ഒരു റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ വിളിക്കുമോ എന്ന് ചോദിച്ചാൽ ജഡ്ജായിട്ട് പോവോ? ജഡ്ജ് ചെയ്യാനുള്ളൊരു ഇതെനിക്ക് കൊണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും വിളിച്ച പിന്നെ മേബി ലൈക്ക് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് വിളിക്കുവാണെങ്കിൽ ഐ ബി ഹാപ്പി ടു. എന്താ പിന്നെ അവരെ ഒരുപാട് അവരെ പറ്റി കമന്റ് ചെയ്യാൻ ഞാൻ ആളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര എൻകറേജ്മെന്റ് ആ ഒരു രീതിയിലല്ലേ? ഡെഫിനറ്റ്ലി. പിന്നെ എനിക്ക് മേ ബി ഞാൻ ചിലപ്പോൾ തോന്നാറുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും വിളിക്കുവാണെങ്കിൽ എനിക്ക് അവർക്ക് സ്റ്റേജിൽ ചെയ്യുന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതല്ലേ കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഹൗ കെൻ യു പെർഫോം ബെറ്റർ ഓൺ സ്റ്റേജ് എന്നുള്ള പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ സംഭവം. ഇപ്പൊ ലൈവായിട്ട് പാടുമ്പോഴത്തേക്കും പഴയ പാട്ടുകളൊക്കെ റീവർക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ പാടുക. അങ്ങനെ ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ? ഈ ഒറിജിനൽ കമ്പോസേഴ്സ് ആരെങ്കിലും ഇങ്ങനെ പാടിയിട്ട് കേട്ടിട്ട്? പൊതുവെ നെഗറ്റീവ് ഓർ പോസിറ്റീവ്? പോസിറ്റീവായിട്ട് പൊതുവെ അങ്ങനെ ആരും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം ഞാൻ എടുത്ത് ചെയ്യാറുള്ള പാട്ടുകളുടെ ആൾക്കാരൊക്കെ വലിയ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ റീസെൻ്റ്ലി നമ്മൾ പൊൻകസവ് എന്ന് പറഞ്ഞൊരു പാട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മോഹൻ സിത്താര സാർ എൻ്റെ മ്യൂസിക്. സാറ് എനിക്കൊന്നും സോഷ്യൽ മീഡിയയിൽ ഇല്ല, സാറ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ എവിടെയോ ഒരിക്കൽ ചിത്ര ചേച്ചി, ഇത് ഞാൻ ഡയറക്റ്റ് കേട്ടതല്ല, ചിത്ര ചേച്ചിയുടെ പാട്ടാണല്ലോ പൊൻകസവ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ആരുടെ അടുത്തോ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. അതായത് 5 പൊൻകസവൊക്കെ എടുത്ത് പാടുന്നുണ്ടല്ലേ സ്റ്റേജിൽ നിന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ചേച്ചി നോട്ടീസ് ചെയ്യുന്നുണ്ട്. നൈസ്. അപ്പോൾ ദാറ്റ് ഫീൽസ് ഗുഡ്. പക്ഷെ അല്ലാതെ അങ്ങനെ ഒരു മോശം കമന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് കേട്ടോ, ഭയങ്കര പ്യോറിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, അത് അതുപോലെ തന്നെ വേണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ട്. പിന്നെ അത് അവരുടെ ചോയ്സ് ആണ്, അവരുടെ ടേസ്റ്റിനനുസരിച്ച്. താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ പോകാൻ. മറ്റേ നാഗച്ചേച്ചി പറയുന്ന വേണമെങ്കിൽ കേട്ടോ, വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ കേൾക്കണ്ട. ഞാൻ ആരോട് കേൾക്കാൻ പറയുന്നത്. ലൈവ് പാടിയിട്ട് ഏറ്റവും ബാഡായിട്ട് സ്റ്റേജിൽ ആരെങ്കിലും ഇറങ്ങിപ്പോടോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ഇറങ്ങി പോടോന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ഈ പള്ളികളിലോ അമ്പലത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ ലൈവായിട്ട് പെർഫോം ചെയ്തിരുന്ന ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ബാൻഡായിട്ട് കണ്ണൂർ ഒരു സ്ഥലത്ത് പെർഫോം ചെയ്യുന്നത്. ഒരുപാട് മനുഷ്യരാ, എനിക്ക് തോന്നുന്നൊരു 25,000-30,000 ആളുകളുണ്ട് ആ പള്ളിയിൽ മാത്രം. അതിൽ ഏതോ ഒരു ചേട്ടൻ തുടക്കത്തിലൊക്കെ മറ്റേ പൊളിച്ചോണ്ടിരിക്കും കേട്ടോ, മനുഷ്യരെ ചാടി മറയുന്ന അവിടെ കിടന്ന് ഒരു രക്ഷയില്ല. അപ്പോൾ ഈ എനിക്കൊരു അസുഖമുണ്ട്, സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ ഓഡിയൻസിൻ്റെ അടുത്ത് എന്താ ചേട്ടാ പറഞ്ഞേ ചോദിച്ചോണ്ടൊരു പോക്കുണ്ട്. ഞാനിപ്പോൾ ഇച്ചിരി കുറച്ചിട്ടുണ്ട്. അന്ന് ആ മനുഷ്യൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം. അപ്പോൾ എനിക്ക് പുള്ളി എന്തോ ഒരു സാധനം വിളിച്ചു പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നില്ല കുറച്ച് നേരമായിട്ട്. അപ്പം ഞാൻ എൻ്റെ വിചാരം ഏതോ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ മദ്യപിച്ച് കഴിയുമ്പോൾ വെറുതെ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഷോ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി ഒരു തെറിയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ആ സമയത്ത് എനിക്ക് ആ തെറി അറിയത്തില്ലായിരുന്നു, ഇപ്പം എനിക്കറിയാം ഗസ്ത തെറി. അപ്പോൾ പുള്ളി വെറുതെ റാൻഡമായിട്ട് അതെങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുക, ഡാഷ് 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 പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഏതോ പാട്ടാന്ന് ഓർത്ത് ഞാൻ ചേട്ടാ ഏത് പാട്ടാ ചേട്ടാ എനിക്ക് മനസ്സിലായില്ല ചേട്ടാ ഇച്ചിരി കൂടെ ഉറക്കെ പറയാമോ. പുള്ളി ലൗഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ നോക്കുമ്പോൾ നമുക്ക് ടോക്ക് ബാക്ക് വെക്കുക, അതായത് നമ്മളെല്ലാവരും ഇന്നിയേഴ്സ് വെച്ചിട്ടായിരിക്കും പാടുന്നത്. അപ്പോൾ ഒരു നമ്മുടെ ഗിറ്റാറിസ്റ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രമ്മർക്കോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മൈക്ക് വെച്ചിട്ടോ, അത് ഓഡിയൻസിന് കേൾക്കില്ല, നമുക്ക് മാത്രമേ കേൾക്കുള്ളൂ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡ്രമ്മർ അഖിൽ ബാക്കിൽ നിന്നിട്ട് അഞ്ചു ഇങ്ങ് പോരെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താണ് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്,
അപ്പം ഞാൻ തിരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അഞ്ചു അത് തെറിയാടി പറയുന്നത്, മിണ്ടാതെ പോയി പാടറി. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഓടിയത് എടാ എന്നെ അവർ തെറി വിളിക്കുവാണോ. അപ്പം എടി അങ്ങനല്ല, അവർ മദ്യപിച്ച് ലക്ക് കേട്ടപ്പോൾ പുള്ളിയുടെ ഒരു ഫ്ലോയ്ക്ക് വിളിക്കുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അത് ചില സമയത്ത് ആദ്യമൊക്കെ ഞാൻ പലരും റിയാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജോബേട്ടനാണെങ്കിലും സൂര്യേട്ടനാണെങ്കിലും ഇങ്ങനത്തെ സംഭവം വന്നാൽ അവർ നല്ലോണം റിയാക്ട് ചെയ്യും. അന്ന് ഞാൻ റിയാക്ട് ഒന്നും ചെയ്തില്ല, കാരണം എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായി പോയി. പക്ഷെ പിന്നീട് ഞാൻ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ജോബേട്ടൻ എനിക്ക് വേണ്ടി ഒരു സ്റ്റാൻഡപ്പ് ചെയ്തു. ഇപ്പോൾ ഈ മദ്യപിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചില ഷോസിനകത്ത്, എല്ലാ ഷോസിനകത്തും ഉണ്ടായില്ല, മദ്യപിച്ച് വളരെ മാന്യമായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇല്ലാതെ വല്ല 1-2 ചേട്ടന്മാർ കാണും. അപ്പോൾ ആ ചേട്ടന്മാർ ചിലപ്പോൾ പാടറി ഇറങ്ങി എടി ഈ പാട്ട് പാടറി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരും. അപ്പം ഞാനത് പൊതുവേ ഞാൻ കേൾക്കില്ല, നമ്മുടെ ചെവിയിൽ സാധനം വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ജോബേട്ടൻ ഒരിക്കൽ കേട്ടിട്ട് ജോബേട്ടൻ അത് റിയാക്ട് ചെയ്തു, ഹാൻഡിൽ ചെയ്തു. ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ. ചേട്ടൻ കയറുമ്പോൾ ചേട്ടനോടും പറയുന്നുണ്ട് പെട്ടറാ പാടറാ എന്നും പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അതിന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തു. അതിൽ പിന്നെ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ചേട്ടാ നമുക്ക് എല്ലാവരും കുടുംബം എല്ലാവരും ഉള്ളൊരു സദസ്സല്ലേ, നമുക്ക് കുറച്ചും കൂടെ മാന്യമായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാം അല്ലേ എന്ന് ചോദിച്ചു നിർത്തും. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലാതെ ഇങ്ങനെ. അപ്പോൾ ഈ ലൈവായിട്ട് പാടുമ്പോഴത്തേക്കും ഏറ്റവും വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് എന്താണ്? ഒരു ഡിഫിക്കൽട്ടി, ഏറ്റവും ശ്രദ്ധിക്കേണ്ട? ലൈവായിട്ട് പാടുമ്പോൾ ആക്ച്വലി എളുപ്പമാണ്, ഒന്നും ടെൻഷൻ അടിക്കണ്ട, അങ്ങ് പാടിയാൽ മതി. പിന്നെ വല്ല വയ്യായിക ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ടെൻഷൻ അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, ക്രൗഡിനോട് ഇന്ററാക്ട് ചെയ്ത്. ഞാൻ ഡാൻസ് കളിക്കുന്നതും കാണാം, ഡാൻസും കളിക്കും. നമ്മുടെ സെറ്റില്, നമ്മുടെ ബാൻഡിന്റെ സെറ്റ് ലിസ്റ്റിൽ ആകെ എനിക്കൊന്ന് 1-2 പാട്ട് മാത്രമേ ഉള്ളൂ ഡാൻസ് ഇല്ലാത്തത്. ബാക്കിയെല്ലാം എന്നുവെച്ചാൽ ഭയങ്കര ഡാൻസ് ഒന്നുമല്ല, ചെറിയ മൂവ്മെന്റ് ഉണ്ടാകും. അപ്പൊ ഏറ്റവും കൂടുതൽ ലൈവായിട്ട് പാടാൻ ഇഷ്ടമുള്ള പാട്ടാണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ജോണർ ഉണ്ടോ? എനിക്ക് പൊതുവേ നമ്മുടെ ഇന്ത്യൻ പോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ പോപ്പ് കൾച്ചർ ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ മെലഡി ഭയങ്കര അടിപൊളിയാണ്, ഇവിടുത്തെ ഫോക്ക് ഭയങ്കര അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും പാൻ ഇന്ത്യനോ അല്ലെങ്കിൽ വേൾഡ് വൈഡ് പോകേണ്ട മ്യൂസിക്കാണ് ഇവിടുത്തെ. പക്ഷെ നമ്മൾ മലയാളം എന്നുള്ളൊരു ഭാഷ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ കിടന്ന് എല്ലാവരും തത്തിക്കളിക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ നമ്മളൊരു 3-4 ഗ്രാമേ നമ്മൾ മേടിച്ചേനെ ഉറപ്പായിട്ടും. അതുപോലത്തെ പാട്ടുകളാണ് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മനുഷ്യർ. ഈ ഗ്രാമി മേടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു പാട്ട് ഇപ്പം പാടാവും? ഗ്രാമി മേടിക്കാൻ കഴിവുള്ള ഒരുപാട് പാട്ടുകളുണ്ടെന്നേ. അതിനൊന്ന് പാടിയത്? ഒരുപാടുണ്ട്, ഒന്ന് പാടിയത്. എനിക്ക് ആഗ്രഹമുള്ളൊരു പാട്ട് പറയാം. നമ്മുടെ സൂരജ് സന്തോഷ് ചേട്ടൻ്റെ ഒരു പാട്ട്. കുറേ പാട്ടുകളുണ്ട്, ജോബേട്ടൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാട്ടിനോടൊരു പ്രത്യേക താല്പര്യം കൂടുതൽ ഉണ്ട്. കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക. തനി മലയാളം എന്നാണ് പാട്ടിൻ്റെ പേര്. അരികെ നീയാരോമയായി അഴകോലും മൊഴിയാളായി ഇമനീളെ പടർന്നാടായി ഇളമതിലിപ്പിയാളായി. ഇങ്ങനെയാണ് പാട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി കേൾക്കേണ്ട പാട്ടാണ്. ഇപ്പം ഞാൻ വേറെ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ജോബേട്ടൻ്റെ ഭാവം എന്നിട്ട് പാട്ട്. മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ നാം എന്ന ഭാവം മാഞ്ഞേ. അത് കിഡിലും പാട്ടാണ്. ഭയങ്കര സ്വീറ്റ് വോയിസ് ആയിട്ടുണ്ട്. ജോവേട്ടൻ പാടുന്നത് വേറൊരു വോയിസ് ആണ്, അതിന്റെ സ്വീറ്റസ്റ്റ് വേർഷൻ ആണ് ഞാനിപ്പം കേട്ടത്. താങ്ക് യു. അപ്പൊ ഇങ്ങനത്തെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കമ്പോസേഴ്സ് ഉണ്ട് ഇപ്പോൾ ഉള്ളത്. പിന്നെ ആഗ്രഹമുണ്ട്. അഞ്ജു പാട്ട് തുടങ്ങിയ സമയത്തേനേക്കാൾ ഇപ്പോൾ ഇൻഡിവിജ്വൽ മ്യൂസീഷ്യൻസ് ആയാലും ബാൻഡ്സ് ആയാലും ഈ OST പാടുന്ന അല്ലാണ്ട് തന്നെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം അതങ്ങനെ വളർച്ച കാണുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വലി വന്നതിന് ശേഷമാണ് ഒരു OST പാടുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെ തിരിച്ചാണ്. അതും ഒരു പക്ഷേ സിനിമയിൽ പാട്ടിന്റെ പ്രാധാന്യം കൂടെ കൊണ്ടാവാം മറ്റെവിടത്തേക്കാളും. തീർച്ചയായിട്ടും. അപ്പം ഇപ്പൊ ഇൻഡിവിജ്വൽ മ്യൂസീഷ്യൻസ് കൂടുതൽ വരുന്നതിനെ പറ്റി ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ചേഞ്ച് വളരെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ചേഞ്ചാണ്. ആളുകളുടെ കേൾവി രീതിയും മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമയിലെ പാട്ടുകൾ മാത്രമല്ലാതെ പുറത്തുള്ള
നമ്മൾ ഇൻഡിവിജ്വലി കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ കേൾക്കുന്നതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചില സ്റ്റേജുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓർക്കും ഒറിജിനൽസ് മാത്രം പാടിയാൽ എങ്ങനെ വർക്കാകും എന്ന് നമുക്ക് സംശയം തോന്നുന്ന സ്റ്റേജുകളുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഒറിജിനൽ ആ പാട്ടുകൾക്ക് വേണ്ടി വരുന്ന ചില ഓഡിയൻസ് ഉണ്ട്. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. ഇപ്പോൾ ഒരു ശരിയാണ്, നേരത്തെ ജീപ്പ പറഞ്ഞത് വളരെ ശരിയാണ്. പുറത്ത് എല്ലാം അവരുടെ ഒറിജിനൽ കോമ്പോസിഷൻസ് ആണ് ആദ്യം വരിക. പിന്നെ അവിടെ സിനിമകളിൽ അങ്ങനെ പാട്ടുകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇതെടുത്ത് അങ്ങോട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ കൾച്ചറെ സിനിമ ബേസ് ചെയ്തിട്ടാണ് പാട്ട് ഇതെന്നൊക്കെ പറയുന്നത്. പാട്ടാണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാ സംഭവത്തിനും ആദ്യം സിനിമയിൽ വരികയാണെങ്കിലാണ് ഇതിന്റെ എന്താ പറയാ ആൾക്കാർക്ക് കുറച്ചും കൂടെ എന്താ സ്വീകാര്യത കൂടുന്നത് എന്നൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും ഒക്കെ ഒറിജിനൽസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാളെങ്കിൽ ഒരാൾ എത്ര പേരുണ്ടെന്നുള്ളത് എത്ര പേര് കേട്ടു എന്നുള്ളത് ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേര് കേട്ടാൽ അത് ക്വാളിറ്റി ഓഡിയൻസ് ആണെങ്കിൽ സന്തോഷമാണ്, അത്ര ഹാപ്പിയാണ്. ഈ ഇഷ്ടമുള്ള ഏതെങ്കിലും ഇൻഡിവിജ്വൽ മ്യൂസീഷ്യൻസ് ഉണ്ടോ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ? പുതിയ ആൾക്കാരാവാം, പഴയതെന്ന് പറയണമെന്നില്ല. കുറേ ആളുകളുണ്ട് കേട്ടോ അങ്ങനെ. 6091 എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. മൂപ്പരുടെ പാട്ടുകൾ പ്രൊഡക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വളരെയധികം രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയുണ്ട് നമ്മുടെ ഡാപ്സിയുടെ അവിടുത്തെ കൈൻഡ് ഓഫ് പാട്ടുകൾ, മലബാർ സൈഡിലെ പാട്ടുകൾ. അതിനും ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഹിപ്പ് ഹോപ്പ് പോലെ ഒരു ജോണർ മലയാളമായിട്ട് പണ്ട് തൊട്ടേ ഉണ്ട് ഇവിടെ. ഇപ്പോൾ തമിഴിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു മൊത്തത്തിൽ ഈ ഇൻഡസ്ട്രീനെ ഇങ്ങനെ മറച്ചിടും എന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ലൈവ് ഷോസ് നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഹിപ്പ് ഹോപ്പ് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വരുമെന്ന് പോലും വിചാരിച്ചില്ല. അത് ആക്ച്വലി അടിപൊളിയാണ് ആ ഒരു വ്യത്യാസം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഇതും കൂടി അവസരങ്ങളും കൂടി നമുക്ക് കുറച്ചും കൂടെ ധൈര്യമായി ചെയ്യാനുള്ളത്, പുതിയ ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനായി. തീർച്ചയായിട്ടും ഇപ്പൊ വരുന്ന ഇപ്പൊ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു മ്യൂസിഷ്യനും ഇവിടെ നിൽക്കാം എന്നുള്ളത് അപ്പൊ അതിന് വളരെ വലിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ. വളരെ കുറച്ച് സിനിമാ പാട്ടുകളെ ഞാൻ പാടിയിട്ടുള്ളൂ. ഈ വിരലിലെണ്ണിയ അത്രയും പാടിയിട്ടില്ല ഞാൻ സിനിമകളിൽ. അപ്പൊ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ പാടി അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ കോമ്പോസിഷൻസ് ചെയ്തിട്ട് ഹിറ്റായിട്ട് വരുന്ന പാട്ടുകാരും ഉണ്ട്. അപ്പൊ അത് ഗംഭീര ഒരു ചേഞ്ച് തന്നെയാണ്. ഞാനും നമ്മുടെ കൂടെയുള്ള മ്യൂസിഷ്യൻസ് എല്ലാവരും അത് വല്ലാതെ എൻജോയ് ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ ലേബൽസും എല്ലാവരും അതിന് സപ്പോർട്ടും ചെയ്യുന്നു. സായി അഭ്യങ്കരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ കൂടെ പുള്ളിയുടെ കോമ്പോസിഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി പെട്ടെന്നൊരു ബൂം ഉണ്ടാക്കിയ പാട്ടിലൂടെ നല്ലൊരു ചേഞ്ചായിരുന്നു. കാത്തിരിക്കുന്നു. കഴിഞ്ഞ മ്യൂസിക് ഡേക്ക് ഇത് അഞ്ജും ഹസ്ബൻഡും കൂടെ പാടിയ പാട്ട് കേട്ടു. ഹസ്ബൻഡും പാട്ട് പാടുമല്ലേ? ഓ, അതാ മ്യൂസിക് ഡേക്ക് ആണല്ലോ ഇട്ടത്. ഹസ്ബൻഡ് പാടും, ആദ്യത്തെ പാടും. അപ്പൊ അന്ന് കല്യാണത്തിന് അഞ്ചു പാടിയപ്പോഴത്തേക്ക് ആള് കരഞ്ഞത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ റീൽസ് ഇങ്ങനെ വരും. അതന്ന് കഴിഞ്ഞ വർഷം കഴിഞ്ഞാൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് റീൽസ് വരും. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. വരുമ്പോഴത്തേക്കും ഗ്രൂം കരയുന്നതും അങ്ങനെ ഒന്നുമേ ഇവിടെ ഇല്ല. വരിക, നിൽക്കുക, പോവാ, കഴിയുക. അത് വളരെ അൺഎക്സ്പെക്ടഡ് സാധനമായിരുന്നു. അവൻ കരയുന്നത് ഞാൻ പോലും വിചാരിച്ചില്ല. അവൻ പോലും വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഫോറസ്റ്റ് എന്നാണ് പറയണെങ്കിൽ, ഗ്രീൻ ഫ്ലാഗ് അല്ല, ഗ്രീൻ ഫോറസ്റ്റ് ആണ്. അതൊരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പോലെ ഒരു മനുഷ്യൻ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ വളരെ വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കുറേ പേരുടെ സ്റ്റാൻഡേർഡ്സ് മാറിയെന്നുള്ളതിലും വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഇപ്പം ആദിത്യ തന്നെ ആവണമെന്നല്ല, ഇപ്പോൾ ഗേൾസിൻ്റെ ആണെങ്കിലും ബോയ്സിൻ്റെ, ഇപ്പം എന്നെ സറൗണ്ട് ചെയ്യുന്ന എൻ്റെ ബാൻഡിലെല്ലാം ആൺപിള്ളേരാണ്. 2 ഗേൾസ് മാത്രമേ ഉള്ളൂ ഡാൻസേഴ്സ്. അവരുടെയും ലൈഫിനോടുള്ള അപ്രോച്ച് മാറി. അപ്പോൾ കാരണം അവരിവിടെ കാണുന്നുണ്ട് എങ്ങനെയായിരിക്കണം. ഒന്നിനും ഒരു എന്താ പറയുക, പാതി എന്ന് പറയാൻ പറ്റത്തില്ല, ഈക്വൽ എന്ന് പറയാനേ പറ്റത്തില്ല. കാരണം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒരിക്കലും ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ 10 ആയിരിക്കും, അപ്പോൾ അവൻ 90 ആയിരിക്കും. ചിലപ്പോൾ അവൻ 20 ആയിരിക്കും, അപ്പോൾ ഞാൻ 80 ആയിരിക്കും. ഇങ്ങനെ കൊടുത്ത് നിന്നാലേ അത് വർക്കൗട്ട് ആവത്തുള്ളൂ. അപ്പോൾ അത് കൊടുക്കുന്ന കാണുമ്പോൾ ദേ റിയലി
അവർക്കും വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ദെയർ അപ്രോച്ച് ടു ദെയർ പാർട്ട്ണർ, അല്ലെങ്കിൽ മൊത്തത്തിൽ ലൈഫിനോടുള്ളൊരു അപ്രോച്ചിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓക്കെയാണ് എന്നുള്ളൊരു സാധനം, ഇമോഷൻസ് കാണിക്കുന്നത് ഓക്കെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, വൈഫിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും ഓക്കെയാണ് എന്നുള്ള. ഇപ്പം ചിലപ്പോൾ ഞാൻ ഓർക്കും, ആദിത്യ എൻ്റെ കൂടെ ചില പബ്ലിക് ഷോസിന് ഞങ്ങൾ വന്ന് പാടാറുണ്ട്, ഒരു പാട്ട് അല്ലെങ്കിൽ 2 പാട്ടൊക്കെ എൻട്രി നടത്തി പാടാറുണ്ട്. അപ്പം അവൻ പാവപ്പെട്ടവൻ എന്താണോ ജോലിന്ന് പിരിച്ചു വിടുന്നത് എല്ലാ പാടി ശരിക്കും പറഞ്ഞ ഒരു ആവശ്യമില്ല. ഹീസ് ജസ്റ്റ് ഹാവിങ് ഫൺ. പാടുന്നത് കൊണ്ട് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാട്ടിലും പാട്ടുകൾ കേൾക്കുന്നതും പാട്ടുകളെ ജഡ്ജ് ചെയ്യുന്ന ആളും ആദിത്യയാണ്. ആദിത്യ വന്ന പിന്നെയാണ് എനിക്ക്, ഞാൻ ഒരിക്കലും ലിറിക്സ് അങ്ങനെ ഭയങ്കര ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നില്ല. എനിക്ക് ആദ്യം വോക്കലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം വോയിസ് ആണ് എൻ്റെ തലയിൽ കേൾക്കുക. ഇപ്പോൾ ഒരു ബേസിസ്റ്റ് ആണെങ്കിൽ ബേസ് വായിക്കുന്നതായിരിക്കും ആദ്യം കേൾക്കുക, ഡ്രമ്മർ ആണെങ്കിൽ പെർക്കഷൻ സൈഡ് ആയിരിക്കും പുള്ളിക്ക് ആദ്യം കേൾക്കുക. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കൊക്കെ. അപ്പോൾ എൻ്റെ ഇപ്പോൾ കേൾക്കുന്ന രീതി മാറി, പാട്ടിൻ്റെ ലിറിക്കും കേൾക്കും. അപ്പോൾ ദാറ്റ് മേക്സ് എ ലോഡ് ഓഫ് ഡിഫറൻസ്. നമ്മൾ ഒറിജിനൽ കോമ്പോസിഷൻസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും മാറി. പണ്ടൊക്കെ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ലിറിക്സ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, എന്തെഴുതി കിട്ടിയാലും സന്തോഷമാണ്. കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ അവർ എഴുതുന്നുണ്ടല്ലോ, വാവ്, അത് എഴുതുന്നതിൻ്റെ ഒരു വലിയ കഴിവ്. അപ്പോൾ എന്തെഴുതി കിട്ടിയാലും എനിക്ക് ഓക്കെയാണ്. അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഞാൻ ഒരാളുടെ അടുത്ത്, ഞാൻ നിർഭാഗ്യവശാൽ എനിക്ക് എഴുത്ത് വലിയ വരില്ല, പക്ഷെ കമ്പോസിഷൻ ഉണ്ട്, കമ്പോസ് ചെയ്യാറുണ്ട്, ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ലിറിക്സ് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് വരില്ല. വാക്കുകൾ വരും, ഈ പാടുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അവിടെ ഇവിടെ വാക്കുകൾ വരും, അല്ലാതെ അങ്ങനെ എഴുതാനുള്ളൊരു കഴിവ് വലിയ കാര്യമായിട്ടില്ല. പക്ഷേ ഈ എഴുത്തെന്ന് പറഞ്ഞ സംഭവത്തോടുള്ള അപ്രോച്ച് മാറി. എഴുതിയില്ലെങ്കിലും സാരമില്ല, നമ്മൾ ഒരു ലിറിക് റൈറ്ററിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെ ആ പാട്ടിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യം വ്യക്തമാവുന്നത് ആദിത്യ വന്നതിന് ശേഷം. ആദിത്യയുടെ പാട്ട് കേൾവിയും എന്നെ കേൾപ്പിക്കുന്ന രീതിയും മാറ്റി. അതിപ്പോൾ ഇന്നതൊന്നൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഹിന്ദി അറിയത്തേ ഇല്ല. അപ്പോൾ ഹിന്ദി പാട്ടുകളൊക്കെ ഞാൻ ഇഷ്ടംപോലെ പാടും, പക്ഷെ ഒന്നിൻ്റെ പോലും അർത്ഥം ഞാൻ ഇതുവരെ അന്വേഷിക്കാൻ നിന്നിട്ടില്ല. ബേസിക്കലി ആ ഇപ്പോൾ ലതാജിയോ അല്ലെങ്കിൽ ശ്രേയ ഘോഷാലൊക്കെ പാടി വെച്ചിരിക്കുന്ന, അവർ പാടിയിരിക്കുന്നതിനകത്ത് ഫീലുണ്ട്. ഇപ്പം ലിറിക്ക് അറിഞ്ഞില്ലെങ്കിലും നമുക്കത് കേട്ട് ഇമിറ്റേറ്റ് ചെയ്താൽ സിമ്പിളായിട്ടല്ല, ആ ഫീല് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പോൾ ഇവൻ വന്ന പിന്നെ അത് മാറി, വ്യത്യാസം വന്നു. അതുകൊണ്ട് മൊത്തത്തിലൊരു ഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഞാൻ ചിലപ്പോൾ സ്റ്റേജിലും പറയാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആദിത്യ ഉണ്ടാവട്ടെ എന്ന്. നല്ലൊരു കാര്യമാണ്. മാത്രമല്ല എല്ലാവരും പണ്ട് ബേസിക് സ്റ്റാൻഡേർഡ്സ് ആണുങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. ഇപ്പം ബേസിക് സ്റ്റാൻഡേർഡ്സിനെ ഇറ്റ്സ് ബേസിക് അങ്ങനെ മാറ്റി നിർത്താനും എല്ലാവർക്കും പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ബെയർ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് സ്ത്രീകൾക്കും മനസ്സിലായി തുടങ്ങി. പുരുഷന്മാർ അതിനനുസരിച്ച് ശരി, ഇത് ബെയർ മിനിമം ആണ്, അല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങോട്ട് കാര്യം ഇടുന്നതല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇപ്പൊ ഉണ്ടാവുന്ന ഈ ചേഞ്ച് മൊത്തത്തിൽ നല്ലതാണ്. ഈ പൊടിയും പടലവും ഒക്കെ ഒഴിച്ചാൽ ചേഞ്ച് നല്ലതാണ്. ഇത് ഇപ്പൊ അഞ്ജുനോട് ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, സ്വീറ്റ് വോയിസ് ആണ്, പാടുമ്പോഴൊക്കെ സ്വീറ്റ് ആണ്. പക്ഷെ ചില ഇന്റർവ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ്, അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ അതിന്റെ ബാക്ക് സ്റ്റോറീസ് ഇങ്ങനെ കാണുമല്ലോ, അത്രയും ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കാം പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ചിലർക്ക് ഒട്ടൊരു എന്താ പറയാ, എങ്ങനെയാണ് ഞാൻ പറയാം, അവരുടെ EQ താഴെ, ഇമോഷണൽ കോഷ്യന്റ് താഴെ ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല, എമ്പതി ഇല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, റേറ്റിങ്ങിന് വേണ്ടിയാണോ എന്നും എനിക്കറിയത്തില്ല, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ നമ്മളെ വിളിക്കുമ്പോഴേ എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഞാൻ ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന മൊത്തത്തിൽ നിർത്തിയായിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ കല്യാണം കഴിക്കുന്നതോടെ വരെ ഒരു ഇപ്പം എന്താ, എൻ്റെ ഡിവോഴ്സ് തൊട്ട് അടുത്ത കല്യാണം വരെയുള്ള സമയത്ത് എല്ലാവർക്കും അതെനിക്കൊന്നൊരു 2 വർഷം ഉണ്ടായിരുന്നു. എല്ലാവർക്കും വേറൊരു കണ്ടന്റും വേണ്ട, അഞ്ചു അതിനെപ്പറ്റി സംസാരിക്കാൻ ഇല്ല. എനിക്ക് സംസാരിക്കാനുള്ളതെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ സംസാരിച്ചതെന്നും വളരെ വ്യക്തമാക്കിയതാണ്. പോയിട്ട് അതിന്റെ മേലേക്ക് എനിക്ക് ഒന്നും പറയില്ല. എന്ത് ചോദിക്കാനാണ് അവര്, എന്തുത്തരം പറയാനാണ് ഞാൻ? കാരണം ഇനി പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ
അതവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും ഒരു മനസ്സുണ്ട്, അത് നമ്മളെ ഹേർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം അവർക്ക് കിട്ടാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ മനുഷ്യരങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അതിന് പ്രിപ്പയർ ആവുക എന്നുള്ളതേ മാർഗമുള്ളൂ എന്ന് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് തെറപ്പി ഉള്ള ആളാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ കൃത്യമായിട്ട് ഞാൻ ഇത് ചെയ്യും. അപ്പോൾ അവർ പഠിപ്പിക്കും നമ്മളെ. ആദ്യം ബൗണ്ടറി വരയ്ക്കാനാണ് പഠിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് നോ പറയാം നമുക്ക്, വളരെ എന്നാൽ വലിയ ദേഷ്യപ്പെടാതെ മാന്യമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നോ പറഞ്ഞ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ തെറപ്പിസ്റ്റ് പറഞ്ഞു തന്നത്, നമ്മൾ ആവശ്യമില്ലാത്തൊരു ചോദ്യം ചോദിച്ചാൽ നേരെ ഇതിനെ കൊണ്ട് പശുവിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ നേരെ പശുവിനെ പറ്റി തുടങ്ങുക, നേരെ എന്നിട്ട് അതിനെ കൊണ്ട് തെങ്ങിനെ കിട്ടുക, തെങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഓൺ സ്ക്രീൻ ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം അതും ചിലപ്പോൾ അവർ കണ്ടന്റ് ആക്കും. ചില ഇൻ്റർവ്യൂസിൽ ചില ആൾക്കാർ എന്തുകൊണ്ട് എഴുന്നേറ്റ് പോയില്ല എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എഴുന്നേറ്റ് പോയാൽ അതിനെക്കാട്ടും വലിയ തലക്കെട്ടോടുകൂടി വരും. അതിനെക്കാട്ടും വേദി ഇത് 10 പേര് കണ്ട് തീരേണ്ട സാധനം അത് 200 പേര് കാണും. അപ്പം അതുകൊണ്ടാണ് മിണ്ടാതെ അതെ 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 ഇന്നോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്യാമറ ഓഫായെന്ന് കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് പറഞ്ഞിട്ടല്ലല്ലോ എന്നെ വിളിച്ചത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ടായിരുന്നു, ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കില്ല. അപ്പോൾ പറയും പാട്ടിനെ പറ്റി മാത്രമാണ് പറഞ്ഞ് വിളിച്ചു വരുത്തും. പക്ഷെ ചോദിക്കുന്നത് ഇത്. ഇൻഫാക്റ്റ് ഞാൻ ഓർക്കുന്നുണ്ട്, അത് ഒരു കൂട്ടർ വിളിച്ചിട്ട് അവർക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല, അവരത് ഷൂട്ട് ചെയ്തില്ല. ഞാൻ പോകുന്നതിന് മുന്നേ പറഞ്ഞിരുന്ന പാട്ടിനെ പറ്റി മാത്രമേ സംസാരിക്കുകയുള്ളൂ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർക്കിത് മാത്രമേ ചോദിക്കണം. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇതെനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല, ഞാൻ പറയില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. വേറൊന്നും ഞങ്ങൾക്ക് ചോദിക്കാനും ഇല്ലെന്ന്. എന്നാൽ ശരി ഓക്കെ ബൈ, ഞാനും പോന്നു അവരും പോന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ സംഭവിച്ചതിൽ ഏറ്റവും ബാഡ് ആയിട്ടുള്ള അനുഭവം ഇനി ആരടുത്തെങ്കിലും അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഇന്റർവ്യൂസിനാണ് ദയവേത് നിങ്ങൾ ഈ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് തോണ്ടി പോകുന്നത്. ആൾക്കാർക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ പറയുമെന്നേ, വെറുതെ തോണ്ടേണ്ട ആവശ്യമില്ല. ഒറ്റ സാധനം ഓർത്താൽ മതി, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സുണ്ട്. എന്തിനാണ് അവരെ നമ്മൾ പിന്നെയും ഹേർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്? ഇപ്പം നമ്മളൊരു ക്യാമറയുടെ മുന്നിൽ വന്ന് നമ്മളിങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് മറ്റേ ആ ഇപ്പുറത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളാണെങ്കിലും അവരും ഏതവസ്ഥയിൽ കൂടെയാണ് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ ബാൻഡിലെ പിള്ളേരുടെ അടുത്തും പറയും, എൻ്റെ രാഷ്ട്രീയം ഭയങ്കര സിമ്പിളാണ്, കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയം. അല്ലെങ്കിൽ അടുത്ത് വെക്കുന്ന ആളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് റെസ്പെക്റ്റ് ചെയ്ത് പ്ലീസ് പോയാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി, അങ്ങനെ തീരാവുന്ന വിഷയമേ ഉള്ളത്. ഞാൻ പിന്നെ വേറൊരു കാര്യം കേട്ടോ, സാധാരണ എന്തെങ്കിലും കോമ്പറ്റീഷൻ റിയാലിറ്റി TV ഷോസിലൊക്കെ പോകുന്നെങ്കിൽ പിള്ളേരാണ് പാരൻസിനോട് കൊണ്ടുപോകോ പ്ലീസ് എന്ന് പറയുന്നത്. ഇതിവിടെ നേരെ തിരിച്ചായിരുന്നു, ഒന്ന് പോകോ പ്ലീസ് ആയിരുന്നു. അത് എങ്ങനെയായിരുന്നു? എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരും പാടും. പക്ഷെ ഇവർക്ക് അവരുടെ കാലഘട്ടത്തിൻ്റെ പ്രശ്നം കൊണ്ടോ അവരുടെ അപ്പന്മാർ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നത് കൊണ്ടോ ഇവർക്ക് അങ്ങ് പാട്ടിന് പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. എസ്പെഷ്യലി അമ്മയ്ക്ക്, അമ്മയുടെ ഫാദർ ഇച്ചിരി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആൾ മറ്റേ ഓക്കെ കൂൾ മനുഷ്യനാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അമ്മേനെ പാട്ട് പഠിക്കാൻ വിട്ടിട്ടില്ല, ഒന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അപ്പന് പിന്നെയും അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു പാട്ട് പഠിക്കണം. അപ്പോൾ എന്തെന്നുണ്ട് സ്കൂളിലൊക്കെ അമ്മ പറയും, നീ മാർക്ക് മേടിച്ചില്ലേലും സാരമില്ല, നീ പാട്ട് പാടിയാൽ മതി എന്നുള്ള സംഭവം. പക്ഷെ അന്ന് എനിക്ക് പാട്ട് ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്ക് ഓക്കെ സംഗീതം കൊണ്ടൊരു പ്രൊഫഷൻ ഉണ്ടാവുന്ന, നമുക്കത് എത്തിപ്പെടാൻ പറ്റുന്നൊരു സംഭവം അല്ല. കാഞ്ഞിരപ്പള്ളി പോലൊരു വളരെ ചെറിയൊരു ടൗണിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ അന്ന് ഉള്ള പാട്ടുകാരെന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചി, ഞാൻ കാണുമ്പോൾ ഉള്ള ഇമ്മീഡിയറ്റ് സിംഗേഴ്സിനായിട്ട് പറയുന്നത് സുജാ ചേച്ചി, പിന്നെ ആ സമയത്ത് ശ്വേത ചേച്ചി പാടി തുടങ്ങുന്നത്, ജോത്സ്ന ചേച്ചി ഉണ്ട്, വിധു പ്രതാപ് ഉണ്ട്, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ ആ ഏരിയ. ഗായത്രി ചേച്ചി, അങ്ങനെ കുറച്ച് പേരാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എൻ്റെയൊക്കെ മനസ്സിൽ ഒരിക്കലും എത്തത്തില്ല, അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അൺറീസണബിൾ ആയിരുന്നു. യെസ്, പറ്റത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു വിചാരമായിരുന്നു. അപ്പോൾ എന്തിനാണ് എന്നെ ഇതിന് പുഷ് ചെയ്യുന്നതെന്നായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്. പിന്നീട് മനസ്സിലായി, ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടായാലും മതി, ലോകം മുഴുവൻ കൂടെ. അതായത് എൻ്റെ അമ്മയുടെ ഇങ്ങനത്തെ ആഗ്രഹമാണ് ലോകം മൊത്തം കൂടെ നിർത്തിയത്. പിന്നെ അങ്ങോട്ട് വൺ സീനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് അങ്ങനെ. ഇതൊരു
പാഷൻ അല്ല ഇതെന്റെ ലൈഫാണെന്ന് തിരിച്ചറിഞ്ഞ മ്യൂസിക് തിരിച്ചറിഞ്ഞ പോയിന്റ് ചെയ്തായിരുന്നു? അത് ചിലപ്പോൾ നമ്മൾ പറയില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സമയത്ത് എനിക്ക് ബേസിക്കലി ശ്വാസം മുട്ടുള്ള ഒരാളാണ്. അപ്പോൾ ശ്വാസം മുട്ടലിൻ്റെ ഇച്ചിരി പ്രശ്നം കൂടിയിട്ട് എനിക്ക് പാടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. ഒരു 8-9 കൊല്ലം മുന്നേ. അന്ന് പാടാൻ പറ്റാണ്ടായപ്പോഴാണ്, അതുവരെ ഞാൻ പാടാൻ പോകാം ഇങ്ങനത്തെ ഒരു മൂഡായിരുന്നു. അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഇതില്ലാതെ പറ്റത്തില്ല, നടപടിയാവില്ല എന്നുള്ള കാര്യം വളരെ പ്രഷ്യസ് ആണെന്ന് അങ്ങനെ മനസ്സിലാവുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട്, അതിന് മുന്നേ ഞാൻ പണിയെടുക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പാട്ടിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയത്. ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിയത്. മറ്റേത് കഷ്ടപ്പെട്ട് ചെയ്യൽ മാത്രമായിരുന്നു. ഇത് ഇഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ കഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിയത്. വില അറിഞ്ഞു അപ്പോഴാണ്. ഏതെങ്കിലും സിംഗേഴ്സിന്റെ അടുത്ത് ഒരു ഇൻഡിവിജ്വൽ സോങ് ചെയ്യണമെന്നുണ്ടോ? ഇഷ്ടംപോലെ. അവരും നിങ്ങൾ ഒരുമിച്ച് കുറെ പേരുണ്ട്. സൂര്യേട്ടൻ വളരെ ആഗ്രഹമുള്ള ആളാ. നമ്മുടെ ജോബേട്ടൻ ഭയങ്കര ആഗ്രഹമുള്ള ആളാ. പിന്നെ ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. നമ്മുടെ ബിയോൺസെ അവര് റൺസ് പാടുന്നത് വേറൊരാളുണ്ട്, ടോറി കെല്ലി എന്ന് പറഞ്ഞിട്ടൊരു സിംഗറുണ്ട്. അവരെ ഭയങ്കര ഇഷ്ടമാണ്. ബിയോൺസെന്റെ സ്റ്റേജ് ഷോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ എടുത്തു പറയാതിരിക്കാൻ പറ്റും, സുനിധി ചൗഹാൻ അവരുടെ സ്റ്റേജ് പെർഫോമൻസ്. അമ്മേ, പുള്ളിക്കാരിയുടെ ടെക്നിക്സും പുള്ളിക്കാരി ഇപ്പൊ നേരത്തെ ഞാൻ ഡാൻസ് ചെയ്ത് പാടുന്നെന്ന് പറഞ്ഞില്ലേ, ഡാൻസ് ചെയ്ത് പാടുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, റിമി ചേച്ചിയാണ് ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ എനർജി പാക്കറ്റ് ആണല്ലോ ഇത്. അതിന്റെ മറ്റൊരു വേർഷനാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരുന്നത്. അന്നക്കാലത്ത് അന്ന് ഒരുപാട് ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പൊ ഇൻക്ലൂഡിങ് നമ്മളവിടെ ഇരിക്കുന്ന കാരണവന്മാരെല്ലാവരും ഇത് വെക്കുമ്പോൾ എന്തുതാ ഇത്, ചിത്ര ചേച്ചിനെ പോലെ നിന്ന് പാടണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഗെയിം മൊത്തം മാറി. ഭയങ്കര പണിയുള്ള പരിപാടിയാ. ഞാൻ ഇപ്പൊ അപ്പാപ്പന്മാരെയൊക്കെ കാണുമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, സി ദിസ് ഇസ് വെരി ടഫ് ഞാൻ പറഞ്ഞേനെ. പക്ഷെ അവരൊക്കെ യാത്ര ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. നല്ല പണിയുള്ള പരിപാടിയാണ്. ഈ നമുക്ക് നല്ല സ്റ്റാമിന വേണം ചെയ്യാനായിട്ട്. നല്ല പ്രാക്ടീസും നല്ല ടെക്നിക്കൽ കൺട്രോൾ ഉണ്ടെങ്കിലും ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഐ അപ്രീഷിയേറ്റ് അത് അതല്ല, എല്ലാത്തരം സ്റ്റേജ് പെർഫോമൻസ് എന്നല്ല, പാടുന്നത് തന്നെ പണിയുള്ള പരിപാടിയാണ്. ഐ അപ്രീഷിയേറ്റ്. എൻ്റെ കൂടെ ഡാൻസും കൂടെ ചെയ്യുന്നവരെ തൊഴുതു ഞാനിന്ന്. അതിനകത്ത് എടുത്ത് പറയണ്ട, സുനിധി ചൗഹാൻ ഒരു രക്ഷയില്ല പുള്ളിക്കാരുടെ പെർഫോമൻസ്. ഞാനൊന്നും ജീവിതകാലത്തിൽ ബെൻഡ് ചെയ്യുന്നതിനെ പറ്റി, അതായത് ഫുള്ളായിട്ട് ബെൻഡ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കത്തില്ല. അവര് മനുഷ്യനാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഏതോ വയറിനെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിർത്തിയിരിക്കണ പോലെ പുള്ളിക്കാരി ഷടയിൽ ഇങ്ങനെ ബാക്കിലേക്ക് ഒരു പോസ് ഉണ്ട്. നമ്മൾ ഇവരുടെ എല്ലാവരും ലൈവ് ഷോസ് കുത്തിയിരുന്ന് കാണുമല്ലോ. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ ഇപ്പൊ ബെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരും. അമ്മേ, ടഫ് സാധനം. സ്റ്റേജ് ഷോന് അപ്പൊ റെഫർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവര് ചെയ്യുന്ന സ്റ്റേജ് ഷോസ് കണക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? നമ്മള് ഇവരെല്ലാവരും റെഫറൻസ് ആണ് ബേസിക്കലി. നമ്മൾ ഇവരുടെ എല്ലാവരുടെയും ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പുതിയതായിട്ടൊന്നും ഉണ്ടൊരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും സാച്ചുറേറ്റഡ് ആണിത്. നമ്മൾ എന്ത് ചെയ്താലും ഇതേ സെയിം തോട്ടുള്ള ആരെങ്കിലും അത് വേറെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ പേരെ ഞാൻ കാണാറുണ്ട്. പല 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 ജോണേഴ്സ് കാണാറുണ്ട്. നമ്മുടെ ബാൻഡിലെ പിള്ളേരാണെങ്കിലും എനിക്ക് കുറേ സംഭവങ്ങൾ അയച്ചു തരാറുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിലതൊന്നും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ അപ്പം അതിനകത്തുനിന്ന് ചില ടെക്നിക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ അപ്പം എനിക്ക് ഇപ്പം പെർഫോം ചെയ്യുന്നതിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ജൊനീറ്റ ഗാന്ധി. പുള്ളിക്കാരനെ നോക്കാറുണ്ട് ഞാൻ, നല്ലവണ്ണം നോക്കാറുണ്ട് എങ്ങനെയാ പെർഫോം ചെയ്യുന്നത്. പുള്ളിക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ എനിക്ക് ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. അത്രയും എനിക്ക് കംഫർട്ടബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന സാധനം ഇട്ട് ഞാൻ ചെയ്യും. അങ്ങനെ ലൈവിന്റെ കാര്യം നമ്മൾ പറഞ്ഞിങ്ങനെ വരുമ്പോഴാണ്, ലൈവിൽ ഏറ്റവും ആസ്വദിച്ച് പാടുന്ന പാട്ട് ദിസ് ഈസ് മസ്റ്റ്. അത് കുറച്ചാൾ മുന്നേ വരെയാണെങ്കിൽ ഞാൻ പൊൻകസവ് എന്ന് പറയുമായിരുന്നു. ഇപ്പൊ ഏറ്റവും ഇഷ്ടം പാടാൻ ശാരിക നിന്നെ കാണാൻ നമ്മൾ പാടാറുണ്ട്. പാടും അതെ. പിന്നെന്താ, മഴവില്ല് പോലെ ഏഴു നിറമേഴും നിമിഷങ്ങൾ ഉതിർക്കുന്ന ചിരിയിലും പാടൂ? ഇല്ല. അവിടെ ഹൊയ്യാരയുണ്ട്. അത്
ഇട്ടാ മതി. ഞാൻ ഹൊയ്യാരെ പഠിക്കഴിഞ്ഞ മറ്റേ സ്റ്റേജില് മമ്മൂക്കൊന്ന് പാടിയില്ല റിമിറ്റ്. അതാണ് കൊമന്റ്. ഞാനില്ലത്. ഈശ്വരാ. എന്നാ പിന്നെ ഞാൻ ശാരിക മാത്രം പാടാം, എനിക്ക് നല്ലത്. ഒയ്യാരെ പാടാൻ ആളില്ല. ശാരികെ നിന്നെ കാണാൻ താരകം താഴെ വന്നു, ആശംസയേകാനെൻ്റെ സ്നേഹവും പോന്നു. കണ്ണിനും കണ്ണല്ലേ നീ, കത്തും വിളക്കല്ലേ നീ, സൗഹൃദം പൂക്കും പോലെ എങ്ങും സുഗന്ധം. ഹൊയ്യരരരര, ഹൊയ്യരരരര. ഞാൻ മനസ്സിൽ പാടുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് പാടാനായിട്ട്. ഇത് നമ്മുടെ സെറ്റ് ലിസ്റ്റിൽ ഇത് വരാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ്. പ്ലേലിസ്റ്റ് ആണല്ലോ, അഞ്ജുവിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ആണ്, ഹൃദയത്തിൽ തൊടുന്ന ഒരു പ്ലേലിസ്റ്റ്. അതിലെ ഫസ്റ്റ് സോങ് എന്തായിരിക്കും? ആ സോങ് പാടി നമുക്ക് ഇന്ന് ഇന്റർവ്യൂ ക്ലോസ് ചെയ്യാം. ഇന്നോ എൻ്റെ പ്ലേലിസ്റ്റ് എടുത്തു നോക്കിയാൽ ആദ്യത്തെ പാട്ട് സലോനാ സജന്നെ और मैं हूँ, सलोना सजने और मैं हूँ, जिया में एक मगर है और मैं हूँ, जिया में एक ना और मैं हूँ, सलोना सजने और मैं हूँ. ഇതാണ് ഫസ്റ്റ് പാട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഫിലിം മീറ്റിനൊപ്പം ഈ തിരക്കിനിടയിലും സംസാരിച്ചതിന് ഒരുപാട് താങ്ക്സ്. ഇനി ഒന്നും കൂടെ ഒരു ഹാപ്പി ഓണം പറയുന്നു. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു ജീവ. ഗുഡ് ടു ഹാവ് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ കിട്ടുമ്പോൾ. താങ്ക് യു. താങ്ക് യു.